പാലക്കാട് പട്ടാമ്പി വിളയൂരിൽ കാറ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിൽ ഇടിച്ച അപകടം. വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങൾ കാണാം. നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിവരം എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇത് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയുമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വാഹനയാത്രികർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാറ് നിർത്താതെ പോയി എന്നുള്ളതാണ്. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഈ വീടിൻ്റെ മതിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വളരെ വേഗതയിൽ വന്ന ഈ കാറ് ഒരു തവണ കീഴ്മേൽ മറിഞ്ഞ് നേരെ നിന്ന ശേഷം ഈ മതിലിടിച്ച് പിന്നീട് കടന്നു പോവുകയായിരുന്നു. വാഹനം നിർത്താനോ കാര്യം അന്വേഷിക്കാനോ ഒന്നും തന്നെ നിന്നിട്ടില്ല. എന്തായാലും ഈ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പട്ടാമ്പി പോലീസ് ഇപ്പോൾ ആരുടേതാണ് ഈ വാഹനം, ആരാണ് വാഹനം ഓടിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആ കാറിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കുണ്ടോ എന്ന് വ്യക്തമല്ല. പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, അത് വ്യക്തമല്ല. ആരൊക്കെയാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും ഈ കാർ അമിത വേഗതയിലായിരുന്നു കടന്നു പോരുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സമീപത്ത് ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി തന്നെ കുറയ്ക്കാൻ കാരണമാക്കിയത്. ഗോപി, ശരി. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ അപകടം ഒഴിവാവുകയായിരുന്നു. നിഖിൽ പ്രമേഷാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.